സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ നിന്നുമുള്ള 6ാമത്തെ അധ്യായം ഇന്ത്യൻ ഉപഭൂഖണ്ഡം. സ്റ്റാർട്ട് ചെയ്യാം. നാം വസിക്കുന്ന ഭൂമിയുടെ 2/3 ഭാഗവും എന്താണ്? സമുദ്രമാണ്. പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. സമുദ്രം ഒഴികെയുള്ള ഭൂമിയുടെ ഭാഗം എന്താണ്? കരയാണ്. എന്നാൽ സമുദ്രങ്ങൾ പോലെ കരഭാഗങ്ങൾ തമ്മിൽ ചേർന്നാണോ സ്ഥിതി ചെയ്യുന്നത്? വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ വിശാലമായ കരയുടെ ഭാഗങ്ങളാണ് എന്ത്? ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ. ഭൂഖണ്ഡങ്ങൾ എന്നർത്ഥം വരുന്നത് കരയുടെ കഷ്ണങ്ങൾ എന്നാണ്. അപ്പൊ വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു. വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് എന്ത്? ഭൂഖണ്ഡം. ഉയരമേറിയ പർവ്വതങ്ങൾ, വിശാലമായ സമതലങ്ങൾ, വിസ്തൃതമായ മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ വിശാലമായ കരയുടെ ഭാഗങ്ങളെയാണ് കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകര ഭാഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അതുപോലെ വ്യത്യസ്തമായ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ത്? ഭൂഖണ്ഡങ്ങൾ. ഏതൊക്കെയാണ്? പർവ്വതങ്ങൾ, സമതലങ്ങൾ, മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും ഭൂഖണ്ഡങ്ങളിൽ കാണുവാൻ സാധിക്കും. അടുത്തതായിട്ട് ഉപഭൂഖണ്ഡമാണ്. ഉപഭൂഖണ്ഡം ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളാണ് എന്ത്? ഉപഭൂഖണ്ഡങ്ങൾ അഥവാ സബ് കോണ്ടിനെന്റ്സ്. പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായിട്ട് വേറിട്ട് നിർത്തുന്നത്. അപ്പോൾ ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗം ഏതു ഭാഗമാണ്? തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായിട്ട് വേറിട്ട് നിർത്തുന്നത് എന്താണ്? പാമീർ പീഠഭൂമിയാണ്. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായിട്ട് വേറിട്ട് നിർത്തുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ്? പാമീർ പീഠഭൂമിയാണ്. പാമീർ പീഠഭൂമി. ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വിശാലമായ സമതലങ്ങൾ ഉൾപ്പെടുന്നു, മരുഭൂമി പ്രദേശങ്ങൾ ഉൾപ്പെടുന്നു, പീഠഭൂമികൾ ഉൾപ്പെടുന്നു, തീരസമതലങ്ങൾ, ദ്വീപുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഈ ഒരു ഭാഗത്ത് ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. പീഠഭൂമി എന്ന് പറയുമ്പോൾ കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ. കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമാണ് എന്ത്? പീഠഭൂമി പ്രദേശങ്ങൾ എന്ന ഈ ഒരു പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ലോകത്തിന്റെ മേൽക്കുര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാമീർ പീഠഭൂമി ടിയാൻ ഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ്. അപ്പൊ ലോകത്തിന്റെ മേൽക്കുര എന്നറിയപ്പെടുന്നത് എന്താണ്? പാമീർ പീഠഭൂമിയാണ്. പാമീർ പീഠഭൂമിയാണ് ലോകത്തിന്റെ മേൽക്കുര എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ പാമീർ പീഠഭൂമി 4 പർവ്വതനിരകളുടെ സംഗമ സ്ഥാനമാണ്. അത് ഏതൊക്കെയാണ്? ടിയാൻ ഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുക്കുഷ് ഈ 4 പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ് എന്ത്? പാമീർ പീഠഭൂമി. ഈ 4 പർവ്വതനിരകളുടെയും പേരുകൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഏതൊക്കെയാണ്? ടിയാൻ ഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുക്കുഷ്. ടിയാൻ ഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ് ഏത്? പാമീർ പീഠഭൂമി. ഏതൊക്കെയാണ്? ടിയാൻ ഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുക്കുഷ്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വതനിരകളും പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുക്കുഷ് പർവ്വതനിരയും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അതിർത്തി എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിൽ എന്താണ്? ഹിമാലയ പർവ്വതമാണ്.
കിഴക്കേ അതിർത്തിയിൽ വരുന്നത് എന്താണ്? അരക്കൻ പർവ്വതനിരകളാണ്. പടിഞ്ഞാറേ അതിർത്തിയിൽ എന്താണ്? ഹിന്ദുക്കുഷ് പർവ്വതനിരയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അതിർത്തി എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തി ഹിമാലയ പർവ്വതം, കിഴക്കേ അതിർത്തി അരക്കൻ പർവ്വതനിര, പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുക്കുഷ് പർവ്വതനിര, തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രം. വടക്കേ അതിർത്തി ഹിമാലയ പർവ്വതം, കിഴക്കേ അതിർത്തി അരക്കൻ പർവ്വതനിര, പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുക്കുഷ് പർവ്വതനിര, തെക്കേ അതിർത്തിയിൽ എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇനി നൽകിയിട്ടുള്ള ഭൂപടത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ തിരിച്ചറിയുവാൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഇനി വരുന്നത് മാലിദ്വീപ്, ശ്രീലങ്ക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, മാലിദ്വീപ്, ശ്രീലങ്ക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, മാലിദ്വീപ്, ശ്രീലങ്ക. ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്താണ്? ഫലപുഷ്ടമായ മണ്ണാണ്, നദികളാൽ ജലസമൃദ്ധമാണ്, നിരപ്പാർന്ന ഭൂപ്രദേശം, ജനനിബിഡം. ഉത്തരേന്ത്യൻ സമതലങ്ങൾ ഫലഭൂയിഷ്ഠമായ മണ്ണ്, നദികളാൽ ജലസമൃദ്ധമാണ്, നിരപ്പാർന്ന ഭൂപ്രദേശമാണ്, അതുപോലെ ജനനിബിഡമാണ്. ഉത്തര മഹാസമതലത്തിന് തെക്കു ഭാഗം എന്താണ്? പീഠഭൂമിയാണ്. ഉത്തര മഹാസമതലത്തിന് തെക്കു ഭാഗം പീഠഭൂമി. ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പൊ പീഠഭൂമിയുടെ ഉയരം എന്ന് പറയുന്നത് 150 മീറ്റർ മുതൽ 900 മീറ്റർ വരെയാണ്. 150 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു. എന്തിന്? പീഠഭൂമിക്ക്. ഏറെക്കുറെ ത്രികോണാകൃതിയിലുള്ള ഈ ഭൂഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പേര്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് എന്താണ്? ത്രികോണാകൃതിയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി. ഉയരം എന്ന് പറയുന്നത് 150 മീറ്റർ മുതൽ 900 മീറ്റർ വരെയാണ് എന്നതും കൂടി പ്രത്യേകം നോട്ട് ചെയ്യുക. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് താർ മരുഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് എന്ത്? താർ മരുഭൂമി. വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശമാണുള്ളത്. മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപരാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ, നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപ സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്. അപ്പോൾ മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ, നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപ സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തനതായ കാലാവസ്ഥാ സവിശേഷതകളാണുള്ളത്. കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ ഏതാണ്? മൺസൂൺ കാലാവസ്ഥയാണ്. ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. അപ്പം മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത് മൗസീം എന്ന അറബ് പദത്തിൽ നിന്നുമാണ്. മൗസീം എന്ന വാക്കിന്റെ അർത്ഥം ഋതുക്കൾ എന്നാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു.
ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ്. അറബ് സഞ്ചാരിയും എഴുത്തുകാരനുമായ അൽ മസൂദിയുടെ കൃതികളിൽ ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം മൺസൂൺ കാറ്റുകൾ എന്താണ്? ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ് മൺസൂൺ കാറ്റുകൾ. അപ്പം മൺസൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം, മൺസൂൺ എന്നത് രൂപപ്പെട്ടിരിക്കുന്നത് മൗസിം എന്ന അറബ് പദത്തിൽ നിന്നുമാണ്. മൗസിം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഋതുക്കൾ എന്നതാണ്. മൺസൂൺ കാറ്റ് ഋതുക്കൾ അനുസരിച്ച്, ഋതുഭേദങ്ങൾ അനുസരിച്ച് ദിശ മാറുന്നവയാണ് എന്നത് നോട്ട് ചെയ്യുക. സൂര്യന്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യന്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഇവിടേക്ക് സമുദ്രനിരപ്പിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിന്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു. മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും 23.5 ഡിഗ്രി വടക്ക്, ദക്ഷിണായന രേഖയ്ക്കും 23.5 ഡിഗ്രി തെക്ക് ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് എന്ത്? അയനം. അപ്പോൾ സൂര്യന്റെ അയനം എന്ന് പറയുന്നത് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നത് അനുഭവപ്പെടുന്നതിന് കാരണം. എന്തൊക്കെയാണ്? ഭൂമിയുടെ പരിക്രമണം, അതുപോലെ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവുമാണ് സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായിട്ട് അനുഭവപ്പെടുന്നതിന് കാരണം. ദക്ഷിണായന സമയത്ത് സൂര്യന്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലായിരിക്കുമ്പോൾ സമുദ്രോപരിതലത്തിലെ വായു എന്ത് ചെയ്യുന്നു? ചൂട് പിടിച്ചു വരികയും ഇവിടേക്ക് ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്കു കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതെന്നാൽ മഴയുടെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിന്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എല്ലായിടത്തും ഒരേ അളവിലല്ല മഴ ലഭിക്കുന്നത്. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒരു പ്രദേശത്തിന്റെ അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുമുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിന്റെ സാമീപ്യം, കാറ്റ് എന്നിവയാണ് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിന്റെ സാമീപ്യം, കാറ്റ്. അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിന്റെ സാമീപ്യം, കാറ്റ്. പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്കുഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയ്ക്കും തെക്കുഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിൽ അന്തരം പൊതുവെ മിതമായിരിക്കും. എന്നാൽ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും താപനിലയിൽ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത് മൺസൂൺ കാലാവസ്ഥയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ മൺസൂൺ കാലാവസ്ഥയാണ് എന്ന് നോട്ട് ചെയ്യുക. ഇനി മൺസൂൺ കാറ്റിന്റെ പ്രത്യേകതയായിട്ട് ഉത്തരായന കാലത്ത് സൂര്യന്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗം കൂടുതൽ ചൂടുപിടിക്കുകയും ചൂടുപിടിച്ച വായു മുകളിലേക്ക് ഉയരുകയും അവിടേക്ക് സമുദ്രത്തിൽ നിന്നുള്ള ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിന്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യും എന്നതും കൂടി നോട്ട് ചെയ്യുക. ഇനി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്ന കാലം ഏത് എന്ന് ചോദിച്ചാൽ മെയ് ജൂൺ ആണ്. മെയ് ജൂൺ മാസങ്ങളിലാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത്. തെക്കു പടിഞ്ഞാറൻ മെയ് ജൂൺ മാസങ്ങൾ.
ഇനി ദക്ഷിണായന സമയത്ത് സൂര്യന്റെ സ്ഥാനം എവിടെയായിരിക്കും? ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലായിരിക്കും സൂര്യന്റെ സ്ഥാനം. ഈ സമയം സമുദ്രോപരിതലത്തിലെ വായു എന്തുപറ്റും? ചൂട് പിടിച്ചുയരും. ഇവിടേക്ക് ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യും. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് വടക്കു കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് എന്ത്? വടക്കു കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നത്. ഇനി ദക്ഷിണായന കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്നത് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് എന്ന് ചോദിച്ചാലോ? ഇന്ത്യയുടെ കിഴക്കൻ ഭാഗങ്ങളിലാണ്. ഇന്ത്യയുടെ കിഴക്കൻ ഭാഗങ്ങളിലാണ് ദക്ഷിണായന കാലത്ത്, അതായത് വടക്കു കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്നത് ഇന്ത്യയുടെ കിഴക്കൻ ഭാഗങ്ങളിലാണ് എന്നത് നോട്ട് ചെയ്യുക. ദക്ഷിണായന കാലത്ത്, അതായത് വടക്കു കിഴക്കൻ മൺസൂണിൽ കൂടുതൽ മഴ ലഭിക്കുന്നത് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ കിഴക്കൻ ഭാഗങ്ങളിലാണ്. അടുത്തതായിട്ട് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് എന്ത്? ഭൂപ്രകൃതി. ഈർപ്പവാഹിനിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യ്ക്കുന്നു. സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറ് ചരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചരിവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറയുവാനുള്ള കാരണം ഇപ്പോൾ ബോധ്യമായില്ലേ? എന്താണ് കാരണം? ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്ന പർവ്വതങ്ങൾ എന്താണ്? കാറ്റിനെ തടഞ്ഞു നിർത്തി അവിടെ മഴ പെയ്യ്ക്കുന്നു. അങ്ങനെയാണ് നമുക്ക് കേരളത്തിൽ മഴ ധാരാളമായിട്ട് ലഭിക്കുന്നത്. ഈ ഒരു ഭാഗത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള തമിഴ്നാട്ടിൽ മഴ കുറവ് ലഭിക്കുന്നതിന് കാരണം. മഴ നിഴൽ പ്രദേശങ്ങൾ എന്നാണ് മഴ കുറവായ ഇത്തരം പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്. ഈ പ്രദേശങ്ങൾ എന്തറിയപ്പെടുന്നു? മഴ നിഴൽ പ്രദേശങ്ങൾ എന്ന് അറിയപ്പെടുന്നു. മഴ നിഴൽ പ്രദേശങ്ങൾ. എന്നാൽ പർവ്വതനിരയ്ക്ക് സമാന്തരമായി ഈർപ്പവാഹിയായി കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സമില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നു പോകുന്നു. രാജസ്ഥാനിലെ ആരവല്ലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണവും ഇതാണ്. സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നുമേറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടുന്നു. കാറ്റിന്റെ ദിശയും അതിലെ ജലാംശത്തിന്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. അടുത്തതായിട്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ വിള തന്നിരിക്കുന്ന നെല്ല്. നെല്ലിന് ധാരാളം ജലം ആവശ്യമാണ്. നെല്ല് വിതയ്ക്കുന്നത് ജൂൺ മാസത്തിലാണ്, വിളവെടുക്കുന്നത് സെപ്റ്റംബറിലാണ്. ഗോതമ്പിന് മിതമായ അളവിൽ ജലം ആവശ്യമാണ്. ഒക്ടോബറിലാണ് വിതയ്ക്കുന്നത്, വിളവെടുക്കുന്നത് മാർച്ചിലാണ്. തണ്ണിമത്തൻ വിരളമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ്. ഏപ്രിലാണ് വിതയ്ക്കുന്നത്, വിളവെടുക്കുന്നത് ജൂണിലാണ്. വ്യത്യസ്ത കാലങ്ങളിലാണ് വിളകൾ കൃഷി ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. ഈ കാലങ്ങളെ കാർഷിക കാലങ്ങൾ എന്ന് വിളിക്കുന്നു. ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സൈദ്. ഇന്ത്യയിലെ 3 കാർഷിക കാലങ്ങൾ ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സൈദ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര എന്നിവ കൃഷി ചെയ്യുന്നു. അപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് എന്ത്? ഖാരിഫ് കാലം. ഈ കാലത്ത് എന്തൊക്കെ വിളകളാണ് ചെയ്യുന്നത്? നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര. അപ്പം നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന ഖാരിഫ് വിള ഏത് എന്ന് ചോദിച്ചാൽ നെല്ലാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം ഊഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ്. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിപ്പിക്കുന്നു. റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സൈദ്. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ തുടങ്ങിയ ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങളുണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ പ്രകടമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു റാബി വിളയാണ് എന്ത്? ഗോതമ്പ്.
ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് എന്നിവ റാബി വിളകളാണ് എന്നത് ഓർക്കുക. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറി, കാലിത്തീറ്റ വിളകൾ എന്നിവ സൈദ് വിളകളാണ് എന്നതും നോട്ട് ചെയ്യുക. ഭക്ഷ്യവിളകളെ ധാന്യങ്ങൾ എന്നും പയറുവർഗ്ഗങ്ങൾ എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു. മൃദുധാന്യങ്ങളായ നെല്ല്, ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായ ബജ്ര, ചോളം, റാഗി എന്നിവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു. പയർ, തുവര എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയറുവർഗ്ഗങ്ങൾ. ഇനി നാണ്യവിളകൾ. വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് എന്ത്? നാണ്യവിളകൾ. കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവ എന്താണ്? നാണ്യവിളകൾക്ക് ഉദാഹരണങ്ങളാണ്. കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ നാണ്യവിളകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നാരുവിളകൾ. പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ. തുണിത്തരങ്ങൾ, ബാഗുകൾ, ചാക്കുകൾ തുടങ്ങിയ നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്നത് നാരുവിളകളാണ്. പരുത്തി, ചണം നാരുവിളകൾ. അടുത്തത് എണ്ണക്കുരുക്കൾ. ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇവയ്ക്ക് പുറമെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ മുതലായവ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവയിൽ പലതും തോട്ടവിളകളായിട്ടാണ് കൃഷി ചെയ്യുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂഘടന, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത, കാലാവസ്ഥ, ജലലഭ്യത, ജനസാന്ദ്രത, കൃഷിഭൂമിയുടെ വിസ്തൃതി, വിളയുടെ മൂല്യം, ലഭ്യമായ സാങ്കേതിക വിദ്യ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവിധ കൃഷിരീതികൾ നിലനിൽക്കുന്നുണ്ട്. പ്രാകൃത ഉപജീവന കൃഷി, തീവ്ര ഉപജീവന കൃഷി, മിശ്ര കൃഷി, വിസ്തൃത വാണിജ്യ ധാന്യ കൃഷി, ക്ഷീരകൃഷി, തോട്ടവിള കൃഷി, പുഷ്പഫല കൃഷി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. ഇതിൽ നിന്നുമുള്ള മോക്ക് ടെസ്റ്റ് അടുത്ത ദിവസം നടത്തുന്നതായിരിക്കും. ഇത് പഠിച്ചു വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്